സ്തുതിക്കുന്നു, നല്ല സ്വഭാവം. ഈ അച്ഛൻ വീട്ടിൽ വന്ന ചെകുത്താനേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുള്ളിയുടെ കട്ടിലൂടെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പുള്ളി താമസിച്ചോട്ട്. അതാ നല്ല വീട്ടിൽ വന്ന ചെകുത്താന. സ്തോത്രം. ഇതല്ല ദൈവമക്കളെ മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ആഗമനമുണ്ടാകേണ്ട ഒരു ഈ കോപം വരും, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. സ്തോത്രം. ജഡികമായ ചിന്തകൾ കടന്നു വരും, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. ആ വർജനം അകത്തുണ്ടാകണം. സ്തോത്രം. വർജനം. ഞാൻ കഴിഞ്ഞ ദിവസം ഷാരോന്റെ കോൺഫറൻസില് സ്തോത്രം അവിടെ വിശുദ്ധ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള തീമായിരുന്നു. 2 നൈറ്റിൽ ഞാൻ ആ മെസ്സേജ് എടുത്തത്. 2 ഭാഗം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. യോസഫിന്റെ അനുഭവം. യോസഫിന് പാപം ചെയ്യാൻ അവസരം ഒരുങ്ങി വന്നു. നമ്മളതിനെ സ്തോത്രം പറഞ്ഞത് സ്വീകരിച്ചത്. പക്ഷെ യോസഫ് വർജനം അകത്തുള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ആ ബന്ധം എനിക്ക് വേണ്ട. പൊത്തിപ്പേറിന്റെ ദുഷ്ടകണ്ണന്റെ മേൽ വന്നു വീണിരിക്കുക, പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ ദുഷ്ടകണ്ണന്റെ മേൽ വന്നിരിക്കുക. പക്ഷെ എനിക്ക് ആ ബന്ധം വേണ്ട. സത്യത്തിന് വേണ്ടി ഓടുന്ന യോസഫ്, വിശുദ്ധിക്ക് വേണ്ടി ഓടുന്ന യോസഫ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓർത്തോണം. നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ കുണ്ട്രയായിരിക്കും നിനക്ക് അനുഭവം. പക്ഷെ കുണ്ട്രയല്ല നിന്റെ ജീവിതത്തിന്റെ അന്ത്യം. നിന്നെ കൊട്ടാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്ക് സഹോദരി, വിശുദ്ധിക്ക് വേണ്ടി നിൽക്ക് സഹോദര. മാനിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ അനുഭവം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൻ നീതിമാനും വിശുദ്ധനുമാകിയാൽ ഹെരോദാവ് അവനെ ഭയപ്പെട്ടു എന്നാ വായിക്കും. ഹെരോദാവ് ആരാ? ഇവന്റെ ബദ്ധവൈരിയ. ഇവനെ കൊല്ലാനുള്ള അവസരങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹെരോദാവ് പോലും യോഹന്നാൻ സ്നാപകനെ ഭയപ്പെട്ടു. എന്താ കാര്യം? അവൻ നീതിമാനാ, അവൻ വിശുദ്ധനാ, അവൻ കള്ളക്കേസിന് കൂട്ടു നിൽക്കുന്നവനല്ല, പച്ചക്കള്ളം പറയുന്നവനല്ല, അവൻ നീതിമാൻ. ഓർത്തോണം, ആരും നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും തിരിച്ചറിയുന്ന ചിലർ അവിടെയും ഇവിടെയും ഉണ്ട്. എന്ത്? നീ ഒരു നീതിമാനായി നിന്നാൽ, നീ ഒരു വിശുദ്ധനായി നിന്നാൽ തിരിച്ചറിയുന്ന ചിലർ അവിടെയും ഇവിടെയും ഉണ്ട്. സ്തോത്രം. എലീശ അവൻ ശൂന്യംകാര്യത്തിന്റെ ഭവനത്തിന്റെ വാതിൽക്ക് കൂടെ കടന്നു പോകുന്ന എലീശയെ ശ്രദ്ധിക്കൂ. ആ ശൂന്യംകാര്യത്തിൽ പല അവസരം ഈ മനുഷ്യനെ നോട്ടപ്പെട്ടു. അവന്റെ നടപ്പ്, അവന്റെ പോക്ക്, അവന്റെ സംസാരം, അവന്റെ ആ സൗമ്യത, ഇതെല്ലാം കണ്ടിട്ട് ആ ശൂന്യംകാരത്തി അവനെ കുറിച്ച് പറഞ്ഞ വാചകം ഇതാണ്: ഇതുവഴിയായി കടന്നു പോകുന്ന ഈ മനുഷ്യൻ, അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ഞാൻ കാണുന്നു. വിശുദ്ധനായ ദൈവപുരുഷൻ. സ്തോത്രം. ഓർത്തോന്റെ ദൈവപൈതലേ, നിന്റെ നടപ്പ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ സംസാരം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ ഇരിപ്പ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. സകലറ്റിനും ഒരു വർജനം നീ ആചരിക്കണം. നിനക്ക് ആമൻ ദൈവകൃപയ്ക്കും മങ്ങലേൽപ്പിക്കുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ പാടില്ല. സ്തോത്രം. അമേരിക്കയിൽ ഞാൻ വന്നു. പലരുടെ നടപ്പും പോക്കും, കുഞ്ഞുങ്ങളുടെ പോക്കും, അവരുടേതായ ആമേൻ അത് വസ്ത്രധാരണവും, അവരുടെ ആമേൻ സ്റ്റൈലും, മുടിജീവക്കും, പിന്നെ അവരുടെ മോന്തയില്, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആമേൻ പണ്ട് 6000 ഭൂതം ബാധിച്ചില്ലയോ അവനെ കർത്താവ് ഇറക്കി വിട്ടു. അന്ന് വെച്ചാൽ ആ ഭൂതത്തെ ഇറക്കി വിട്ടു. ആ ഭൂതങ്ങൾ മുഴുവൻ ഇവിടെ അന്ന് വന്ന് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നി. എല്ലാത്തിന്റെ മോന്തയ്ക്ക് നോക്കി ഏതാണ്ട് ആ ഒരു സൈസില്ല. സ്തോത്രം. നല്ല കൊച്ചുങ്ങളാ, പക്ഷേ നല്ലപോലെ ഒരുങ്ങി ഇറങ്ങേണ്ട കൊച്ചുങ്ങൾ അവിടെ മോന്തയ്ക്ക് രാവത്തന്റെ സ്റ്റൈലിലുള്ള താടിയും, പിന്നെ അതിന്റെ കീഴിലൊരു പൂടയും, പിന്നെ മേളിൽ ഏതാണ്ടൊക്കെ വലിച്ചു കെട്ടി, പിന്നെ തലയെല്ലാം കൂടെ മുള്ളുപോലെ മേപ്പോട്ട് പിടിച്ചു വെച്ച് എന്തോ പ്രകൃതമാ. സ്തോത്രം. നല്ല കുഞ്ഞുങ്ങള്, നല്ല ദൈവകൃപയിൽ നിൽക്കേണ്ട കുഞ്ഞുങ്ങള് ഈ പരുവമായി പോകുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ട്. സ്തോത്രം. വെള്ളക്കാരുടെ സ്റ്റൈൽ അതിന്റെ നിലയിൽ പകർത്തിരുന്ന നല്ലതായിരുന്നു. കുറെ കറമ്പന്മാരുടെ സ്റ്റൈൽ, എന്റെ കാര്യമല്ലേ പറഞ്ഞ്, കുറെ കറമ്പന്മാരുടെ സ്റ്റൈൽ പകർത്തുന്നതാണ് കഷ്ടമെന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലാത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. വസ്ത്രധാരണത്തിൽ ഒരു വ്യത്യാസമുണ്ടാകണം, ജീവിത ശൈലിക്ക് ഒരു വ്യത്യാസമുണ്ടാകണം. കാര്യം നീ യേശുവിന്റെ പൈതല, യേശുവാ നിന്റെ അകത്തുള്ളത്. നിന്റെ സകല സമീപനത്തിനും ഒരു വ്യത്യാസമുണ്ടാകണം. വർജിക്കേണ്ടതിനെ വർജിക്കണം. എന്റെ കുഞ്ഞ് 7 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് മൂത്തതൊരു മകളാ, ഇളയതൊരു മോന. അവള് 7 വയസ്സ് പ്രായമേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങളന്ന് ബാംഗ്ലൂർ UTCയില് ഞാനിന്ന് ഡോക്ടർ സ്റ്റഡീസിൽ ഏർപ്പെട്ടിരിക്കുക. എൻ്റെ കൂടെ ഡോക്ടർ സ്റ്റഡീസിൽ ഏർപ്പെട്ടിരിക്കുന്ന CSIയിലെ അതെ അച്ഛന്മാർ പലരുണ്ട്. ഓർത്തഡോക്സിലെ അച്ഛന്മാരുണ്ട്, മർത്തോമായിലെ അച്ഛന്മാരുണ്ട്. ഒരു ദിവസം ദാനിയൽ ജോർജ് അച്ഛൻ എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിന്റെ പപ്പായ്ക്കോ വേണ്ട വിവരമില്ല, നീ കാണാൻ നല്ലൊരു കൊച്ച്, ഒരു കാര്യം ചെയ്യുക, അങ്കിള് പോയി ഒരു മോതിരവും ഒരു മാലയും വാങ്ങിച്ച് മോക്ക് തരാം, മോളിടണം. നിന്റെ പപ്പായ്ക്ക് അത് വാങ്ങിച്ചു തരാനുള്ള വിവരമില്ല, ഞാനത് ചെയ്യാം, മക്കൾ അതിടണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ തിയോളജി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അവൾ എടുത്ത വായിലെ അച്ഛനോട് പറഞ്ഞത്, അങ്കിൾ, I am a Pentecostal.
don't use ornaments, uncle. Praise God. Hallelujah. കരഞ്ഞുപോയി ദൈവമക്കളെ. ഞാൻ പ്രത്യേകിച്ച് തിയോളജി ഒന്നും അവളെ പഠിപ്പിച്ചില്ല, ഞാൻ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ആഭരണം ഉപയോഗിക്കണോ വേണ്ട എന്നൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല. ഇതൊന്നും അവൾ കേട്ടിട്ടില്ല. പക്ഷെ അവൾ എങ്ങനെയോ മനസ്സിലാക്കിയ ഒരു സത്യമാ, ഞാനൊരു ദൈവ പൈതലാ, ഞാനൊരു പെന്തിക്കോസ്തുകാരിയാ, എനിക്ക് അത് വേണ്ട. സ്തോത്രം. വർജനം എന്ന് പറഞ്ഞാൽ വർജനമായിരിക്കണം. നിനക്ക് വേണ്ടാത്ത ഒന്നിൽ നിന്ന് ദൃഷ്ടി പോകരുത്, വേണ്ടാത്ത ഒന്നിനെ നീ സ്നേഹിക്കരുത്, വേണ്ടാത്ത ഒന്നിന് നീ കൈ കൊടുക്കരുത്. വർജനം, വർജനം. സ്തോത്രം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അടുത്തത് മാനസാന്തരം എന്ന് പറയുന്ന സ്റ്റാറ്റസ് റിവേഴ്സലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വരിക. സ്റ്റാറ്റസ് റിവേഴ്സൽ. നോക്കൂ, സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ കാട്ടത്തിമേൽ കയറി. ഒരു വൃക്ഷക്കൊമ്പിൽ, അതെ, കാട്ടത്തിയുടെ കൊമ്പിൽ അവൻ സ്ഥാനം പിടിച്ചു. ഇങ്ങനെ ദൂരവേന്ന് വരുന്ന യേശുവിനെ നോക്കിക്കാണാൻ അവൻ ശ്രമിക്കുക. സ്തോത്രം. ഇവന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഇവൻ യേശുവിനെ ഒന്ന് കാണണം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. എങ്ങനെയുള്ളവൻ? യേശുവിനെ അനുഗമിക്കാനോ യേശുവിന്റെ പൈതലാകാനോ ഒന്നും അവന് ഇഷ്ടമില്ല. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചിട്ട് അവൻ കാട്ടത്തിമേൽ കയറി അതിന്റെ കൊമ്പിൽ സ്ഥാനം പിടിച്ചു. സ്തോത്രം. ഞാൻ ആ കാര്യത്തിൽ സക്കായി അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന കാര്യം, യേശുവിനെ കാണാനാണല്ലോ അവൻ കാട്ടത്തിമേൽ കയറിയത്. ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചങ്ങാതിമാരൊക്കെ കാട്ടത്തിമേലും മരത്തേലും പിന്നെ 3 നിലക്കെട്ടത്തിന് മുകളിലും ഒക്കെ ചാടിക്കയറുന്ന കണ്ടിട്ടുണ്ട്. ചോദിച്ചാൽ പറയാം, അയ്യോ റേഞ്ചില്ല, മൊബൈൽ ഫോണിന് റേഞ്ചില്ല, അതിനുവേണ്ടി ഓടുക. റേഞ്ച് കിട്ടാനായി 3 നിലക്കെട്ടത്തിന്റെ മുകളിലോട്ട് ചാടിക്കയറുന്നു, അതിനായി മരത്തെ വലിഞ്ഞു കയറുന്നതെന്ന. എന്നാൽ സക്കായിയെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവന് റേഞ്ച് കിട്ടാനല്ല കാട്ടത്തിമേ കയറിയത്. അവൻ കാട്ടത്തിമേ കയറിയത് യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ. ശ്രദ്ധിക്കൂ, ഈ സക്കായിയുടെ നോട്ടം യേശുവിൽ വന്ന് വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ നോട്ടം സക്കായിയുടെ മേൽ വന്നു കഴിഞ്ഞു. യേശു കർത്താവ് വിളിക്കുന്നു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. സ്തോത്രം. എന്റെ കർത്താവിന് ആരും പേര് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ കർത്താവിന് പേര് നല്ലവണ്ണം അറിയാം. 25 വർഷമായി അനേക ഇടങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. 25 വർഷം, ഏതാണ്ട് ഒരു 6000-7000-ത്തിലധികം ശിഷ്യന്മാർ ഇന്ന് എനിക്കുണ്ട്. എൻ്റെ വൈഫും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു സഹോദരി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബമായി അവകാശപ്പെടാം. ഒരു 7000-ൽ കവിയ ആളുകളെ ഞങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അരിസോണയിലും ഉണ്ട്, എവിടെ ചെന്നാലും ഉണ്ട്. വരണമെങ്കിലും കാണും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവിടെ പേര് ഓർത്തിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്കെല്ലാം ഉള്ള ഒരു ബലഹീനതയാണ്. ഓർക്കേണ്ടതിനെ ഓർക്കത്തില്ല, പക്ഷെ മറക്കേണ്ടതിനെ നമ്മൾ ഓർക്കും. അത് നമ്മുടെ ഒരു ബലഹീനതയാണ്. ഓർക്കേണ്ടതിനെ ഓർക്കത്തില്ല. ഒരു വാഹനമായി പോകുന്നു, ലൈസൻസ് വേണം, ടാക്സ് പേപ്പർ വേണം, അത് വേണം, ഇത് വേണം, ഇതൊന്നും ഓർക്കത്തില്ല, അത് എടുക്കത്തില്ല. എന്നാൽ ആരെങ്കിലും എവിടെങ്കിലും ഒരു വഴക്കുണ്ടാക്കി അതൊരു വിഷയമായി സഭയെ വന്നു, പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞിനാമ്മേ ഇനി ആ ചിന്നമ്മ പറഞ്ഞു നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ, നീ അതങ്ങ് വിട്ടുകളയണേന്ന് പറഞ്ഞാൽ അടുത്തത് വിട്ടുകളയും, സഭാവോളി വെച്ച് വിട്ടുകളയും. പക്ഷെ അടുത്ത ദിവസം കുഞ്ഞിനാമ്മയെ കാണുമ്പോ അല്ലെ ചിന്നമ്മയെ കാണുമ്പോ ആദ്യം മനസ്സിൽ വരുന്നു, എന്നാലും ആ മുടിഞ്ഞോളൂ, നമ്മൾ അതിനെ കുറിച്ച് അത് പറഞ്ഞല്ലോ എന്നാ. സ്തോത്രം. മറക്കാൻ പറയുന്നത് പെട്ടെന്ന് ഓർക്കും, പക്ഷെ ഓർക്കേണ്ടതിനെ നമ്മൾ ഓർക്കത്തില്ല. അതാ നമ്മുടെ ഒരു വലിയ ബലഹീനത. അപ്പൊ പേരറിയത്തില്ല, പഠിപ്പിച്ചതാ. പേരറിയാം, റായോ രായോ അതിനാ തുടങ്ങുന്നറിയാം. രാജുവാണോ റെജിയാണോ ഒന്നും അറിയത്തില്ല. അതിന് പിന്നെ ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരാള് അപ്പൊ എന്നെ കണ്ടു ഓടി വരിക, സാറേ എവിടെ പാനാ നിൽക്കുന്നത്, എങ്ങോട്ട് പാനാ, എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോ ഞാൻ കയറി കെട്ടിപ്പിടിച്ചോണ്ട് പറയൂ, പിന്നെ എനിക്കറിയത്തില്ലയോ. അപ്പോഴും എന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യൻ പേര് ചോദിക്കല്ലേ എന്ന്. എനിക്കറിയാം, പിന്നെ ഞാൻ പഠിപ്പിച്ചതല്ലയോ. പിന്നെ പേര് കിട്ടാൻ ഞാൻ ഒരു അടവ് പ്രയോഗിക്കും. എൻ്റെ അടുത്ത് വേറൊരു സ്നേഹിതൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ആ പുള്ളിയെ ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ പറയും, ഇത് മിസ്റ്റർ തോമസ് ആണ്, എൻ്റെ സ്നേഹിതനാണ്, ഇവിടെ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ, നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടാൻ പറയാം. അപ്പോൾ അവൻ പറയും എൻ്റെ പേര് റെജി. ഞാൻ കയറി ഇടയ്ക്ക് പോയിട്ട് പറയും, റെജി ഞാനല്ലയോ പഠിപ്പിച്ചത്. റെജി അപ്പൊ പേര് കിട്ടിയല്ലോ റെജി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ പേരൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സ്തോത്രം. എൻ്റെ കർത്താവിന് ആ ബുദ്ധിമുട്ടില്ല. നിന്റെ പേര് നല്ലവണ്ണം അവൻ അറിയാം, നീ ആരെന്ന് അവൻ അറിയാം, നിന്റെ അവസ്ഥ എന്തെന്ന് അവൻ അറിയാം. സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. സ്തോത്രം. മാനസാന്തരത്തിന്റെ 3 അനുഭവം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. 1, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. സ്തോത്രം. കൃപ പ്രാപിച്ച ദൈവമൈതലേ, യേശുവിന്റെ വിളി കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നത് അത്ര ഈസി അല്ല. ബന്ധപ്പെട്ട് ഇറങ്ങി വരേണ്ടി വരും. ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി വന്നു,
ഭവനത്തിന്റെ വാതിൽ എനിക്ക് എതിരെ കൊട്ടി അടയ്ക്കപ്പെട്ടു. എനിക്ക് ആ വീട്ടിൽ സ്ഥാനമില്ലെന്നായി. ഇറങ്ങിപ്പോടാ, നിന്നെ കാണുന്ന പോലെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നീ കുടുംബത്തിന് അപമാനം വരുത്തി തറവാടിന് നാണക്കേട് വരുത്തിയവൻ, ഇറങ്ങിപ്പോ. പ്രിയമുള്ളവരെ, ബന്ധപ്പെട്ട ഇറങ്ങി വന്നത്. ഭവനത്തിന്റെ വാതിൽ കൊട്ടിയടയപ്പെട്ടു എങ്കിലും ഉയരത്തിലെ കിളിവാതിൽ എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയാം, അന്ന് വീട് വിട്ടിറങ്ങിയത് കൊണ്ട് ഇന്ന് ഈ നിലയിലായി തീരുവാനിടയായി. സ്തോത്രം. അന്ന് വീട് വിട്ടിറങ്ങിയത് കൊണ്ട് ഈ നിലയിലായി. വെറുതെ ഇറങ്ങിയതല്ല, ഒരു വാഗ്ദത്തം കർത്താവ് തന്നു. മകനെ, നീ എന്നെ മാനിച്ചാൽ ഞാൻ നിന്നെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടില്ല ഉപരിപഠനം നടത്തുമെന്നും ഈ നിലയിലാകുന്നൊന്നും ഞാൻ കണ്ടില്ല. ഒരു കാര്യം ഓർക്കണം, ജനിച്ചു വീഴുമ്പോഴേ നിന്റെ അവസാനം വരെ അറിയുന്ന ഒരുവനാ ഇന്ന് രാത്രി നിന്നെ വിളിച്ചു കൊണ്ടിരിക്കും. നിന്റെ ഉള്ളത്തോട് ഇടപെടുന്ന അവനാ. സ്തോത്രം. നിന്നെ അനുഗ്രഹിപ്പാൻ അവനിഷ്ടമുണ്ട്, പക്ഷെ നിനക്കിഷ്ടമല്ല. നീ അനുഗ്രഹം പ്രാപിക്കണം, നിനക്കിഷ്ടമല്ല. അവനാഗ്രഹമുണ്ട് നിന്നെ അനുഗ്രഹിപ്പാൻ. ഇന്ന് രാത്രി അവനാ നിന്റെ ഉള്ളത്തോട് ഇടപെടുന്ന. സ്തോത്രം. എന്നോട് പറഞ്ഞു, മകനെ, നീ എന്നെ മാനിച്ചാൽ ഞാൻ നിന്നെ മാനിക്കും. സ്തോത്രം. ഇട്ടുന്ന വസ്ത്രം, ഒരു വെള്ളയുടുപ്പ്, ഒരു ട്രങ്കുമായി വീട് വിട്ടിറങ്ങി. ഭവനത്തിന്റെ വാതിൽ കൊട്ടിയടയപ്പെട്ടു. 10 പൈസ തന്ന് സഹായിപ്പാൻ ആരുമില്ല. ഒരു നോട്ട് ബുക്കിൽ കുരുവിരാന്ന് 5-6 സബ്ജക്റ്റ് എഴുതി പഠിച്ച് അങ്ങനെ മണക്കാലയിൽ അതേ ചില വർഷങ്ങൾ തള്ളി നീക്കി. സ്തോത്രം. ഒരു വെള്ളയുടുപ്പിടുവാൻ ഉള്ളുകൊണ്ട് കൊതിച്ച് വെക്കുകയ. ഒരു ഷൂ വാങ്ങിച്ചിടാൻ എനിക്ക് നിവൃത്തിയില്ല. ഷൂ ബോട്ടിൽ ചപ്പൽ വാങ്ങിച്ചിടാൻ എനിക്ക് അന്ന് ആസ്തിയില്ല. സ്തോത്രം. അങ്ങനെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നതാ. പിന്മാറിപ്പോകുവാൻ പല അവസരങ്ങൾ ജീവിതത്തിൽ വന്നു. കൃപയാൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് അവൻ കൃപ തന്നു. സ്തോത്രം. വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നാൽ ഒരു ദൂത് പറയാം. ബന്ധപ്പെട്ട് നീ ഇറങ്ങി വന്നാൽ വന്ന് നിൽക്കുന്നത് അവന്റെ കാഴ്ചവെട്ടിലാണ്. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഭവനത്തിന്റെ വാതിൽ കൊട്ടിയടയപ്പെട്ടാലും ഉറ്റവരും പെറ്റവരും തള്ളിയാലും നീ വന്നു നിൽക്കുന്നത് അരുമനാഥന്റെ ചുവട്ടിലാണ്. സ്തോത്രം. അവൻ കൈവിടുകയില്ല, അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വിശ്വസിക്കുന്നവര് മാത്രം കർത്താവിനെ ഒന്ന് ശ്രമിച്ചാൽ. ഒന്ന്, അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു. 2, അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. ഇന്ന് രാത്രി നിർബന്ധത്തോടല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത്, സന്തോഷത്തോടെ. മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ ഞാൻ ഒത്തിരി ബഹുമാനിക്കും. കാര്യം, അദ്ദേഹം അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവന ഇതാണ്: ഞാൻ അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എൻ്റെ ജീവിത വഴിത്താരയിൽ ഞാൻ യേശുവിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ് ദൈവമക്കളെ. യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിന് വേണ്ടി ഇറങ്ങി വരിക. സ്തോത്രം. പണം മാറിപ്പോകും, കൂട്ടുകാരും വീട്ടുകാരും നിന്നെ തള്ളിപ്പറയും. നീ ഉണ്ടാക്കി പണിത് ഉയർത്തിയ വീട് പോലും നിനക്ക് ശാശ്വതമായി മാറുകയില്ല. നീ അധ്വാനിച്ച് ഉണ്ടാക്കി ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം ചുരുക്കി പറഞ്ഞാൽ നിനക്കത് പ്രയോജനമായി ഭവിക്കുന്നില്ല. നീ വാങ്ങിച്ചു കൂട്ടിയ വസ്ത്രം മരണസമയത്ത് അതിന്റെ ഒരെണ്ണം, ഒരു നല്ല വസ്ത്രം പോലെ നിന്നെ ഇട്ട് ഇവരാരും കൊണ്ടൊന്ന് കല്ലറയെ വെക്കുകയില്ല. നീ അധ്വാനിച്ചാൽ ഇത്രയേ ഉള്ളൂ, നീ ഓടിയാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നു. ഇന്ന് വീണ് മരിക്കട്ടെ, നിന്റെ നിത്യത അവിടെയാണ്. സ്തോത്രം. നീ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവതിയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നത്. യേശുവിനെ നീ വിട്ടു പോകരുത്, യേശുവിനെ നീ തള്ളിപ്പറയരുത്. ഇന്ന് രാത്രി യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ നീ മനസ്സ് വെക്കുന്നെങ്കിൽ നിന്നെ അനുഗ്രഹിപ്പാൻ അവൻ മതിയായ. സ്തോത്രം. 3, സക്കായി പറയുന്നു, എന്ത്? കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് പറഞ്ഞാൽ ചെയ്ത പാപങ്ങളെ മുഴുവൻ യേശുവിന് മുമ്പാകെ ഏറ്റുപറയും. കർത്താവേ, ക്ഷമിക്കണമേ, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല, എന്റെ പാപങ്ങളെ പൊറുക്കണമേ, ഞാൻ ഇനി പാപം